ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മൾ LGSനും എൽ ഡി സിക്കും ഒക്കെ ഉപകാരപ്പെടുന്ന കേരളത്തിലെ ആരോഗ്യക്ഷേമ പ്രവർത്തനങ്ങളെക്കുറിച്ചാണ് പറയാൻ പോകുന്നത്. ഇത് പ്രീവിയസ് ഇയറിൽ ചോദിച്ച കുറേ ആരോഗ്യക്ഷേമ പ്രവർത്തനങ്ങളെ നമ്മൾ ക്രോഡീകരിച്ചിട്ടാണ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. ഇത് നോട്ട്സ് എഴുതാൻ ശ്രമിക്കുക, എന്നിട്ട് പഠിക്കുക. ഒരേപോലെ പേര് തോന്നുന്ന കുറേ ആരോഗ്യക്ഷേമ പ്രവർത്തനങ്ങളുണ്ട്. നിങ്ങൾ നോട്ട് ചെയ്തിട്ട് പഠിക്കാൻ ശ്രമിക്കുക. ഇത് എന്തായാലും ഉപകാരപ്പെടും. വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് തുടങ്ങാം. ആദ്യത്തെ ആരോഗ്യക്ഷേമ പ്രവർത്തനമാണ് സ്നേഹസ്വാന്തനം. കാസർഗോഡ് ജില്ലയിലെ എൻഡോസൾഫാൻ ദുരിതബാധിതരുടെ ലിസ്റ്റിൽ ഉൾപ്പെട്ട ആൾക്കാർക്ക് പ്രതിമാസം പെൻഷൻ നൽകുന്ന പദ്ധതിയാണ് സ്നേഹസാന്ത്വനം പദ്ധതി. ഇതിൽ ശയ്യാവലംബരായ രോഗികൾ, അതായത് കിടപ്പു രോഗികൾക്ക് പ്രതിമാസം 2000 രൂപ, സാധാരണ രോഗികൾക്ക് പ്രതിമാസം 1000 രൂപ, കുടുംബത്തിലെ കുട്ടികൾക്ക് വിദ്യാഭ്യാസ ധനസഹായം. അടുത്തത് ശ്രുതി തരംഗം. 5 വയസ്സുവരെ പ്രായമുള്ള ശ്രവണ വൈകല്യമുള്ള കുട്ടികൾക്ക് കോക്ലിയർ ഇംപ്ലാന്റേഷൻ സർജറിയിലൂടെ കേൾവിശക്തി ലഭ്യമാക്കുന്ന പദ്ധതിയാണ് ശ്രുതി തരംഗം. തുടർച്ചയായ ഓഡിയോ വെർബൽ ഹാബിലിറ്റേഷനിലൂടെ സംസാരശേഷിയും ലഭ്യമാക്കുന്നു. ഇത് പൂർണ്ണമായും സൗജന്യമാണ്. ഒരു ഗുണഭോക്താവിന് 5.5 ലക്ഷം രൂപ വരെ ചെലവ് ചെയ്ത് നടപ്പാക്കുന്ന പദ്ധതിയാണ് ശ്രുതി തരംഗം പദ്ധതി. പ്രതിവർഷം 2 ലക്ഷം രൂപ വരെ കുടുംബ വരുമാനമുള്ള കുട്ടികൾക്ക് ഈ പദ്ധതിയുടെ ആനുകൂല്യം ലഭിക്കുന്നതാണ്. അടുത്ത പദ്ധതിയാണ് ധ്വനി. കോക്ലിയർ ഇംപ്ലാന്റേഷൻ സർജറിക്ക് ശേഷം തുടർ ചികിത്സയ്ക്കായുള്ള പദ്ധതിയാണ് ധ്വനി. അടുത്തത് കാതോരം. ശ്രുതിതരംഗവും ധ്വനി എന്നീ 2 പദ്ധതികളും ചേർന്നിട്ടാണ് കാതോരം എന്ന പദ്ധതി. അടുത്തത് പ്രത്യാശ. പാർശ്വവൽക്കരിക്കപ്പെട്ട കുടുംബശ്രീ സ്ത്രീകൾക്കും അവരുടെ കുടുംബാംഗങ്ങൾക്കും തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്ന പദ്ധതിയാണ് പ്രത്യാശ. അടുത്ത വരുന്നത് വയോമിത്രം. വയോമിത്രമൊക്കെ നമ്മൾ സ്ഥിരമായിട്ട് കേൾക്കുന്ന പദ്ധതിയാണ്. പ്രീവിയസ് ഇയറിൽ ചോദിക്കുന്ന ക്വസ്റ്റ്യനാണ്, ഇപ്പോൾ സ്ഥിരമായിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസാണ് ഇതൊക്കെ. എല്ലാ ആരോഗ്യക്ഷേമ ഇതിൽ കൊടുത്ത എല്ലാ പദ്ധതികളും ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്തത് വയോമിത്രം. 65 വയസ്സിന് മുകളിൽ പ്രായമായവർക്ക് നഗരപ്രദേശങ്ങളിൽ മൊബൈൽ ക്ലിനിക്കും കൗൺസിലിങ്ങും വൈദ്യസഹായവും മരുന്നും സൗജന്യമായി നൽകുന്ന പദ്ധതിയാണ് വയോമിത്രം. ഇത് 2012-2013 തുടങ്ങി. വയോജന നയം നടപ്പിലാക്കാനുള്ള പദ്ധതി. കിടപ്പ് രോഗികളുടെ വീടുകളിൽ പോയി പാലിയേറ്റീവ് ഹോം കെയർ നൽകുന്നു. വയോജനങ്ങളെ കൊണ്ടുപോകുന്നതിന് സൗജന്യ ആംബുലൻസ് സേവനം. വിവരങ്ങൾ നൽകുന്നതിന് ഹെൽപ്പ് ഡെസ്ക് സംവിധാനം. അടുത്തത് സമാശ്വാസം പദ്ധതി. വൃക്കത്തകരാർ സംഭവിച്ച് മാസത്തിൽ 1 പ്രാവശ്യമെങ്കിലും ഡയാലിസിസിന് വിധേയരാകുന്ന BPL വിഭാഗത്തിൽപ്പെടുന്ന രോഗികൾക്ക് പ്രതിമാസം 1100 വീതം ധനസഹായം. വൃക്ക, കരൾ, അവയവം മാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്ക് വിധേയരായ രോഗികൾക്ക് പ്രതിമാസം 1000 രൂപ ധനസഹായം അനുവദിക്കുന്നു. രക്തം കട്ടപിടിക്കാൻ ആവശ്യമായ ക്ലോട്ടിംഗ് ഫാക്ടറുകളുടെ കുറവ് മൂലം ഹീമോഫീലിയയും അനുബന്ധ രോഗങ്ങളും ബാധിച്ചവർക്ക് പ്രതിമാസം 1000 രൂപ നിരക്കിൽ അനുവദിക്കുന്നു. സംസ്ഥാനത്തെ അരിവാൾ രോഗം ബാധിച്ച നോൺ ട്രൈബൽ വിഭാഗത്തിൽപ്പെട്ട രോഗികൾക്ക് പ്രതിമാസം 2000 രൂപ ധനസഹായം നൽകുന്നു. ഇതാണ് സമാശ്വാസം പദ്ധതി. അടുത്തത് പരിരക്ഷാ പദ്ധതി.
അടിയന്തര സാഹചര്യം നേരിടേണ്ടി വരുന്ന ഭിന്നശേഷിക്കാർക്ക് സഹായം നൽകുന്ന പദ്ധതിയാണ് പരിരക്ഷാ പദ്ധതി. അപകടങ്ങൾ, അക്രമങ്ങൾ, പ്രകൃതി ദുരന്തങ്ങൾ എന്നിവയിൽ ഇരയാകുന്ന ഭിന്നശേഷിക്കാർക്ക് ഈ പദ്ധതി പ്രകാരം ധനസഹായം നൽകുന്നു. അടിയന്തര സഹായമായതിനാൽ വരുമാന പരിധി ഒഴിവാക്കിയിട്ടുണ്ട്. 25,000 രൂപ വരെ ജില്ലാ സാമൂഹ്യനീതി ഓഫീസർക്ക് അനുവദിക്കാം. അതിനു മുകളിലുള്ള തുക അനുവദിക്കുന്നത് ജില്ലാ കളക്ടർ ചെയർമാനായുള്ള മോണിറ്ററിംഗ് കമ്മിറ്റിയാണ്. അടുത്തത് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പദ്ധതിയാണ് അമൃതം ആരോഗ്യം പദ്ധതി. ജീവിതശൈലി രോഗങ്ങൾക്ക് സൗജന്യ രോഗനിർണയവും ചികിത്സയും ഉറപ്പുവരുത്തുന്ന ആരോഗ്യ പദ്ധതിയാണ് അമൃതം ആരോഗ്യം പദ്ധതി. 30-നുമേൽ പ്രായമുള്ളവരാണ് പദ്ധതി അനുസരിച്ച് സ്ക്രീനിങ്ങിന് വിധേയരാകുന്നത്. സ്കീംസ് അണ്ടർ അമൃതം ആരോഗ്യം. ഒന്നാമത്തത് സ്വാസ്, SWAAS. അത് വരുന്നത് ക്രോണിക് ഒബ്സ്ട്രക്റ്റീവ് പൾമണറി ഡിസീസ്. പിന്നെ ഇതിൻ്റെ അമൃത ആരോഗ്യത്തിൻ്റെ അണ്ടറിൽ വരുന്നത് തന്നെയാണ് നയനാമൃതം. ഡയബറ്റിക് റെറ്റിനോപ്പതിയുള്ള ആൾക്കാർക്ക് വേണ്ടിയുള്ള പദ്ധതിയാണ് നയനാമൃതം. പിന്നെ ഡയബറ്റിക് ഫൂട്ടിനുള്ള പദ്ധതിയാണ് പാദസ്പർശം. പിന്നെ അതിൽ വരുന്നത് സിറസ്, SIRAS, സിറസ്. സ്ട്രോക്ക് ഐഡൻറ്റിഫിക്കേഷൻ, റീഹാബിലിറ്റേഷൻ, അവെയർനെസ് ആൻഡ് സ്റ്റെബിലൈസേഷൻ പ്രോഗ്രാം. പിന്നെയുള്ളത് വിബ്ജിയോർ, VIBGYOR. അത് അഡോളസൻ NCD പ്രോഗ്രാം. അത് നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസസ് ആണ്. അഡോളസൻ ആയ ആൾക്കാർക്കുള്ള പദ്ധതിയാണ് വിബ്ജിയോർ പദ്ധതി. അടുത്തത് അഭയം, പാലിയേറ്റീവ് കീമോതെറാപ്പി യൂണിറ്റ്സ് ആണ് ഈ അഭയം പദ്ധതിയിൽ വരുന്നത്. അപ്പോൾ സ്വാസ്, നയനാമൃതം, പാദസ്പർശം, സിറസ്, വിബ്ജിയോർ, അഭയം എന്നിവ അമൃത ആരോഗ്യത്തിൻ്റെ അണ്ടറിൽ വരുന്ന സ്കീംസാണ്. നെക്സ്റ്റ് പദ്ധതിയാണ് മിഠായി. കുട്ടികളിലെ പ്രമേഹ രോഗം തടയാൻ ആവിഷ്കരിച്ച പദ്ധതി. ഇതാണ് മിഠായി. സ്നേഹക്കൂട്, മാനസികാരോഗ്യ കേന്ദ്രങ്ങളിൽ നിന്നും സുഖം പ്രാപിച്ചവർക്കുള്ള പുനരധിവാസ പദ്ധതിയാണ് സ്നേഹക്കൂട്. അടുത്തത് അശ്വമേധം. ഇതെല്ലാം പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ്. കുഷ്ഠരോഗികളെ കണ്ടെത്താനും ചികിത്സ നൽകാനുമുള്ള പദ്ധതിയാണ് അശ്വമേധം. അടുത്തത് മാതൃയാനം പദ്ധതി. പ്രസവാനന്തരം അമ്മയ്ക്കും കുഞ്ഞിനും സൗജന്യമായി വീട്ടിലേക്ക് യാത്രാ സൗകര്യം ഉറപ്പാക്കുന്ന പദ്ധതിയാണ് മാതൃയാനം. പിന്നെ വരുന്നത് സ്പെക്ട്രമൊക്കെ കുറേ പ്രാവശ്യം ചോദിച്ചതാണ്. സ്പെക്ട്രം എന്ന് പറഞ്ഞാൽ ഓട്ടിസം ബാധിച്ച കുട്ടികളെ പ്രാഥമിക ഘട്ടത്തിൽ തന്നെ കണ്ടെത്തി അവരുടെ കഴിവുകൾ പ്രോത്സാഹിപ്പിക്കുന്ന പദ്ധതിയാണ് സ്പെക്ട്രം പദ്ധതി. പിന്നെ വരുന്നത് സീതാലയം. ഹോമിയോ ഗ്രൂപ്പ് വകുപ്പിൻ്റെ ആഭിമുഖ്യത്തിൽ ആരംഭിച്ച സ്ത്രീകളുടെ പ്രാഥമിക ആരോഗ്യ സാമൂഹിക ശാക്തീകരണ പദ്ധതിയാണ് സീതാലയം. അടുത്തത് നേർക്കാഴ്ച. എല്ലാവർക്കും നേത്രാരോഗ്യം എന്ന ലക്ഷ്യത്തോടെ സംസ്ഥാനത്തെ എല്ലാ കുടുംബങ്ങളെയും കാഴ്ച പരിശോധനയ്ക്ക് വിധേയരാക്കുന്ന പദ്ധതിയാണ് നേർക്കാഴ്ച. കാഴ്ചാവൈകല്യം കണ്ടെത്തപ്പെടുന്നവരിൽ സാമ്പത്തിക പിന്നോക്കാവസ്ഥയുടെ ക്രമത്തിൽ സൗജന്യ കണ്ണടകൾ നൽകും. 4 വർഷം കൊണ്ട് പൂർത്തിയാക്കാൻ ഉദ്ദേശിക്കുന്ന പദ്ധതിയിലൂടെ കാഴ്ചവൈകല്യമുള്ള എല്ലാ വ്യക്തികൾക്കും വൈദ്യോപകരണങ്ങളും മരുന്നും ലഭ്യമാക്കും. അടുത്തത് ആലില പദ്ധതി. സംസ്ഥാന സർക്കാരിൻ്റെ പങ്കാളിത്ത പരിസ്ഥിതി പരിപാലന പദ്ധതിയുടെ ഭാഗമായി സഹകരണ വകുപ്പ് ആവിഷ്കരിച്ച് നടപ്പിലാക്കുന്ന പദ്ധതിയാണ് ആലില പദ്ധതി. ഇത് വൃക്ഷത്തൈകൾ നട്ടുപരിപാലിക്കുന്നതിനുള്ള പദ്ധതിയാണ്. അടുത്ത് വരുന്നത് ആശാഭവൻ. ഇതും കുറേ തവണ ചോദിച്ചതാണ്. ആശാഭവൻ മനോരോഗ ചികിത്സയ്ക്ക് ശേഷം ഏറ്റെടുക്കാൻ ആളില്ലാത്തവരെ
സംരക്ഷിക്കുന്നതിനുള്ള സ്ഥാപനമാണ് ആശാഭവൻ. ഇത്തരം 6 സ്ഥാപനങ്ങൾ കേരളത്തിൽ പ്രവർത്തിക്കുന്നു. തിരുവനന്തപുരത്തും തൃശ്ശൂരും കോഴിക്കോടും വനിതകൾക്കായി പ്രത്യേക ആശാഭവനുകൾ പ്രവർത്തിക്കുന്നു. പുരുഷന്മാർക്കായി എറണാകുളം, തിരുവനന്തപുരം, കോഴിക്കോട് ജില്ലകളിൽ ആശാഭവനുണ്ട്. അടുത്തത് ആശാകിരണം. സംസ്ഥാനത്തെ ആശാവർക്കർമാരുടെ ഇൻഷുറൻസ് പദ്ധതിയാണ് ആശാകിരണം. പിന്നെ വരുന്നത് ആശ്വാസകിരണം. കിടപ്പുരോഗികളെ ശുശ്രൂഷിക്കുന്നവർക്ക് പ്രതിമാസം പെൻഷൻ നൽകുന്ന പദ്ധതിയാണ് ആശ്വാസകിരണം. 600 രൂപയാണ് നൽകുന്നത്. ആശ്വാസ്. വിദ്യാഭ്യാസ അവകാശ നിയമപ്രകാരം 6 മുതൽ 8 വരെ ക്ലാസ്സുകളിൽ പഠിക്കുന്ന കുട്ടികൾക്ക് കായിക വിദ്യാഭ്യാസ, കലാപഠനം, തൊഴിൽ വിദ്യാഭ്യാസം എന്നിവ ലഭ്യമാക്കേണ്ടതുണ്ട്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ തിരഞ്ഞെടുത്ത സ്കൂളുകളെ ആശ്വാസ, അതായത് ആർട്സ്, സ്പോർട്സ്, വർക്ക്, എഡ്യൂക്കേഷൻ സ്കൂൾ കേന്ദ്രങ്ങളാക്കി ഉയർത്തുന്ന പദ്ധതിയാണ് ആശ്വാസ് പദ്ധതി. അപ്പം നമ്മൾ ആശാഭവൻ, ആശാകിരണം, ആശ്വാസകിരണം, ആശ്വാസ് എന്ന് വരുന്ന കുറേ പദ്ധതികൾ ഒഴിച്ച് ഇത് എല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി അടുത്തത് ജനനി ജന്മരക്ഷ. കേരളത്തിലെ പട്ടികവർഗക്കാരായ അമ്മമാർക്കും ഗർഭിണികൾക്കും പോഷകാഹാരം നൽകുന്നതിനുള്ള പദ്ധതിയാണ് ജനനി ജന്മരക്ഷ. ഗർഭാവസ്ഥയുടെ 3 മാസം മുതൽ കുഞ്ഞിന് 1 വയസ്സാകുന്നത് വരെയാണ് പദ്ധതി കാലയളവ്. ഇനി വരുന്നത് സ്പെഷ്യൽ ആശ്വാസകിരണമാണ്. ആശ്വാസകിരണം നമ്മൾ മുകളിൽ പറഞ്ഞു. കിടപ്പുരോഗികളെ ശുശ്രൂഷിക്കുന്നവർക്ക് പ്രതിമാസം പെൻഷൻ നൽകുന്ന പദ്ധതിയാണ് ആശ്വാസകിരണം. അപ്പോൾ സ്പെഷ്യൽ ആശ്വാസകിരണം എന്ന് വെച്ചാൽ എൻഡോസൾഫാൻ ദുരിതരായ കിടപ്പുരോഗികളെ പരിചരിക്കുന്നവർക്ക് പ്രതിമാസം 700 രൂപ നിരക്കിൽ ധനസഹായം നൽകുന്ന പദ്ധതി. പിന്നെയുള്ളത് ഇപ്പോൾ അടുത്തുള്ള ഒരു PYQ ക്വസ്റ്റ്യനാണ് വന്നത്. ശുചിത്വ സാഗരം സുന്ദരതീരം പദ്ധതി. അതിൻ്റെ പേര് കേട്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവും. തീരപ്രദേശങ്ങൾ മാലിന്യ നിർമ്മാർജ്ജനം നടത്താൻ, അതായത് തീരപ്രദേശങ്ങൾ പ്ലാസ്റ്റിക് മാലിന്യം മുക്തമാക്കുക എന്ന പദ്ധതിയാണ് ശുചിത്വ സാഗരം സുന്ദരതീരം പദ്ധതി. അടുത്ത വരുന്നത് ആശ്വാസകിരണം പദ്ധതി. സംസ്ഥാനത്തെ APL BPL വ്യത്യാസമില്ലാതെ 18 വയസ്സിന് താഴെയുള്ള അർബുദ, ഹൃദ്രോഗ, വൃക്ക, മസ്തിഷ്ക രോഗം ഉൾപ്പെടെയുള്ള രോഗികൾക്ക് സൗജന്യ ചികിത്സ ഉറപ്പാക്കുന്ന പദ്ധതിയാണ് ആരോഗ്യകിരണം പദ്ധതി. നെക്സ്റ്റ് വരുന്നത് ആപ്തമിത്രം പദ്ധതി. പ്രകൃതി ദുരന്തങ്ങളിൽ പെടുന്നവർക്ക് അടിയന്തര സഹായം ലഭ്യമാക്കുന്നതിന് ആവിഷ്കരിച്ച പദ്ധതിയാണ് ആപ്തമിത്രം പദ്ധതി. രാജ്യാന്തര ദുരന്ത ലഘൂകരണ ദിനത്തോടനുബന്ധിച്ച് 3000 പേർക്കാണ് ഇതിനാവശ്യമായ പരിശീലനം നൽകിയത്. അടുത്ത വേറൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പദ്ധതിയാണ് ക്യാൻസർ സുരക്ഷാ പദ്ധതി. ക്യാൻസർ ബാധിച്ച 18 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് സൗജന്യ ചികിത്സ നൽകുന്ന പദ്ധതിയാണ് ക്യാൻസർ സുരക്ഷാ പദ്ധതി. ചിലവേറിയ ചികിത്സ വേണ്ടവർക്ക് തുക പരിമിതപ്പെടുത്തിയിട്ടില്ല. 2008 നവംബർ 1 ആരംഭിച്ചു. ഇനി വരുന്നത് കാരുണ്യ പദ്ധതി. ക്യാൻസർ, ഹൃദയരോഗം, വൃക്കരോഗം, ഹീമോഫീലിയ എന്നീ രോഗങ്ങൾ ബാധിച്ച സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർക്കുള്ള ചികിത്സാ പദ്ധതിയാണ് കാരുണ്യ പദ്ധതി. സാമ്പത്തിക സഹായത്തിനുള്ള തുക കണ്ടെത്തുന്നത് കാരുണ്യ ലോട്ടറിയിലൂടെയാണ്. പിന്നെ വരുന്നത് കാരുണ്യ സമ്പാദ്യ പദ്ധതി. 1 ലക്ഷമോ അതിൻ്റെ ഗുണിതങ്ങളോ നിക്ഷേപിക്കുന്ന വ്യക്തിക്ക് 1 വർഷത്തിന് ശേഷം നിക്ഷേപത്തുക തിരിച്ചു നൽകുകയും അതിൻ്റെ പലിശയും സാമൂഹിക സുരക്ഷാ മിഷൻ ഫണ്ടിൽ നിന്നുള്ള തത്തുല്യ തുകയും ചേർത്ത് ശാരീരികവും മാനസികവുമായ വെല്ലുവിളി നേരിടുന്ന കുട്ടികൾക്കുള്ള വിഭവ സമാഹരണത്തിനുള്ള പദ്ധതിയാണ് കാരുണ്യ സമ്പാദ്യ പദ്ധതി. ഇതിൽ നിക്ഷേപകന് ഗുണഭോക്താവിനെ നിർദ്ദേശിക്കാം. അടുത്തത് ഗ്രീൻ ബെൽറ്റ് പദ്ധതിയാണ്. കൊളസ്ട്രോൾ ഇല്ലാതാക്കി ഹൃദയ ആരോഗ്യം സംരക്ഷിക്കുന്നതിനായി മുറിച്ചെടുത്ത പഴങ്ങളും പച്ചക്കറികളും ഉൾപ്പെടുത്തി കുടുംബശ്രീ തയ്യാറാക്കിയ ബൗളാണ് ഗ്രീൻ ബെൽറ്റ്.
ഇവ ജൈവ കൃഷിരീതിയിൽ ഉൽപ്പാദിപ്പിക്കുന്നവയാണ്. അടുത്തത് സ്വാസ്ഥ്യം പദ്ധതി. അർബുദം നേരത്തെ കണ്ടെത്തി തടയാനും ചികിത്സ ഉറപ്പാക്കാനുമുള്ള ബോധവൽക്കരണ പരിപാടിയാണ് സ്വാസ്ഥ്യം. കുടുംബശ്രീയും തിരുവനന്തപുരം RCCയും സംയുക്തമായാണ് പ്രവർത്തിക്കുന്നത്. നെക്സ്റ്റ് വരുന്നത് വയോ അമൃതം. സാമൂഹിക നീതി വകുപ്പിൻ്റെ കീഴിലുള്ള സർക്കാർ വൃദ്ധസദനങ്ങളിലെ അന്തേവാസികളുടെ ആരോഗ്യ പരിരക്ഷയ്ക്കായി ഭാരതീയ ചികിത്സാ വകുപ്പ് വഴി നടപ്പിലാക്കി വരുന്ന പദ്ധതി. അടുത്തത് ജാതക്. പാലക്കാട് ജില്ലയിലെ അട്ടപ്പാടിയിലെ കുട്ടികളുടെ പോഷകാഹാര സ്ഥിതി കൃത്യസമയത്ത് നിരീക്ഷിക്കാൻ തുടങ്ങിയ പദ്ധതിയാണ് ജാതക്. ആയുർദളം പദ്ധതി, എയ്ഡ്സ് ബോധവൽക്കരണ പദ്ധതി. ഇനി താലോലം പദ്ധതി. 18 വയസ്സിന് താഴെ മാരകമായ രോഗങ്ങളുള്ള കുട്ടികൾക്ക് വേണ്ടിയുള്ള പദ്ധതിയാണ് താലോലം പദ്ധതി. 18 വയസ്സിന് താഴെ പ്രായമുള്ള കുട്ടികൾക്ക് ഹൃദയ സംബന്ധമായ രോഗങ്ങൾ, നാഡീരോഗങ്ങൾ, സെറിബ്രൽ പാസി, ഓട്ടിസം, അസ്ഥിവൈകല്യം എന്നിവയ്ക്കും എൻഡോസൾഫാൻ രോഗബാധിതർക്കും ഡയാലിസിസ് ശസ്ത്രക്രിയ അടക്കമുള്ള ചികിത്സാ ചെലവ് ലഭ്യമാക്കുന്ന പദ്ധതിയാണ്. ഇനി വരുന്നത് നിരാമയ ആരോഗ്യ ഇൻഷുറൻസ്. അംഗവൈകല്യമുള്ള ആൾക്കാർക്കുള്ള പദ്ധതിയും കൂടിയാണ് നിരാമയ ആരോഗ്യ ഇൻഷുറൻസ്. പിന്നെ ഓട്ടിസം, സെറിബ്രൽ പാസി, ബുദ്ധിവൈകല്യം തുടങ്ങിയ രോഗാവസ്ഥയിലുള്ളവർക്ക് 1 ലക്ഷം രൂപയുടെ കവറേജ് നൽകുന്ന ഇൻഷുറൻസ് പദ്ധതിയാണ് നിരാമയ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി. പിന്നെ പാലിയേറ്റീവ് പ്രസ്ഥാനം. പ്രാദേശിക തലത്തിൽ സാധാരണക്കാരും ഡോക്ടർമാരും മറ്റു ആരോഗ്യ പ്രവർത്തകരും ഒത്തുചേർന്ന് കിടപ്പു രോഗികൾക്ക് താങ്ങും തണലുമായി പ്രവർത്തിക്കുന്നതിന് രൂപം നൽകിയ പ്രസ്ഥാനമാണ് പാലിയേറ്റീവ് പ്രസ്ഥാനം. പിന്നെ വരുന്നത് പ്രതീക്ഷാഭവൻ. ബുദ്ധിവൈകല്യമുള്ള 18 വയസ്സ് കഴിഞ്ഞ പുരുഷന്മാർക്കുള്ള സ്ഥാപനം. മലപ്പുറം ജില്ലയിലെ തവനൂരിൽ പ്രവർത്തിക്കുന്നു. നെക്സ്റ്റ് പ്രത്യാശാഭവൻ. ബുദ്ധിവൈകല്യമുള്ള 18 വയസ്സ് കഴിഞ്ഞ സ്ത്രീകൾക്ക് വേണ്ടിയുള്ള സ്ഥാപനമാണ് പ്രത്യാശാഭവൻ. തൃശ്ശൂർ ജില്ലയിലെ രാമവർമ്മപുരത്ത് പ്രവർത്തിക്കുന്നു. ബാലമുകുളം. സംസ്ഥാന ആയുർവേദ വകുപ്പ് നടപ്പിലാക്കിയ സ്കൂൾ തല ആരോഗ്യ പദ്ധതിയാണ് ബാലമുകുളം പദ്ധതി. കേരള നഗരങ്ങളിലെ ചേരിയിൽ താമസിക്കുന്നവരുടെ സംരക്ഷണത്തിനായും ആവിഷ്കരിച്ച പദ്ധതി ബാലമുകുളം തന്നെയാണ്. പിന്നെയുള്ളത് മന്ദഹാസം. വയോജനങ്ങൾക്ക് കൃത്രിമദന്തം നൽകുന്നതിനുള്ള സാമൂഹ്യനീതി വകുപ്പിൻ്റെ പദ്ധതിയാണ് മന്ദഹാസം. പിന്നെ വരുന്നത് മാതൃജ്യോതി പദ്ധതി. കാഴ്ചവൈകല്യമുള്ള അമ്മമാർക്ക് നവജാത ശിശുവിൻ്റെ പരിചരണത്തിന് 2000 രൂപ ധനസഹായം നൽകുന്ന പദ്ധതിയാണ് മാതൃജ്യോതി. ഭിന്നശേഷിക്കാരായ അമ്മമാർക്ക് പ്രസവാനന്തരം കുഞ്ഞിനെ പരിപാലിക്കാനുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു. മിത്ര 181. അടിയന്തര ഘട്ടങ്ങളിലും അല്ലാത്തപ്പോഴും സ്ത്രീകൾക്ക് വിവരങ്ങളും സേവനങ്ങളും ലഭ്യമാക്കുന്ന സംവിധാനമാണ് മിത്ര 181. അടുത്ത പദ്ധതി മൃതസഞ്ജീവനി പദ്ധതി. മസ്തിഷ്ക മരണം സംഭവിച്ചവരുടെ അവയവങ്ങൾ ദാനം ചെയ്യാനുള്ള സംസ്ഥാന ആരോഗ്യ വകുപ്പിൻ്റെ പദ്ധതിയാണ് മൃതസഞ്ജീവനി പദ്ധതി. അടുത്തത് വയോമധുരം. BPL വിഭാഗക്കാരായ പ്രമേഹ രോഗികളായ വയോധികർക്ക് ഗ്ലൂക്കോമീറ്റർ സൗജന്യമായി നൽകുന്ന സാമൂഹ്യനീതി വകുപ്പിൻ്റെ പദ്ധതിയാണ് വയോമധുരം പദ്ധതി. അടുത്തത് വിമുക്തി പദ്ധതി. എക്സൈസ് വകുപ്പിൻ്റെ ആഭിമുഖ്യത്തിൽ നടക്കുന്ന ലഹരി മയക്കുമരുന്ന് വർജന ബോധവൽക്കരണ പദ്ധതിയാണ് വിമുക്തി. പിന്നെയുള്ളത് ഉണർവ് പദ്ധതി എന്ന് വെച്ചാൽ സ്കൂൾ വിദ്യാർത്ഥികളിൽ ലഹരി ഉപയോഗം കുറക്കാൻ സ്റ്റേറ്റ് എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റ് വിമുക്തിയുടെ നേതൃത്വത്തിൽ നടപ്പാക്കുന്ന പദ്ധതിയാണ് ഉണർവ്. നെക്സ്റ്റ് മഴവില്ല്. ട്രാൻസ്ജെൻഡേഴ്സിന് വേണ്ടി അവരുടെ ഉന്നമനത്തിന് വേണ്ടി ആവിഷ്കരിച്ച പദ്ധതിയാണ് മഴവില്ല്. സ്നേഹധാര.
വളർച്ച വൈകല്യമുള്ള 12 വയസ്സ് വരെയുള്ള കുട്ടികൾക്കുള്ള സൗജന്യ ആയുർവേദ ചികിത്സാ പദ്ധതിയാണ് സ്നേഹധാര. അനുയാത്ര. ഭിന്നശേഷി സൗഹൃദ സംസ്ഥാനമായി കേരളത്തെ മാറ്റാനുള്ള പദ്ധതിയാണ് അനുയാത്ര. ഇവർക്ക് വേണ്ടിയുള്ള പദ്ധതി തന്നെയാണ് കൈവല്യ പദ്ധതി. പിന്നെ സ്നേഹപൂർവം പദ്ധതി. മാതാപിതാക്കളിൽ ഒരാൾ മരിക്കുകയും ജീവിച്ചിരിക്കുന്നയാൾക്ക് കുട്ടികളെ സംരക്ഷിക്കാൻ സാമ്പത്തിക സ്ഥിതിയല്ലാതെ ആവുകയും ചെയ്യുന്ന വീടുകളിലെ കുട്ടികൾ അനാഥാലയങ്ങളിൽ തള്ളപ്പെടാതെ അവരുടെ കുടുംബങ്ങളുടെ സംരക്ഷണത്തിൽ വളർന്ന് വിദ്യാഭ്യാസം നേടുക എന്ന ഉദ്ദേശത്തോടെ പ്രതിമാസം ധനസഹായം അനുവദിക്കുന്ന പദ്ധതി. ഇത് 2013 നവംബറിൽ ആരംഭിച്ചു. ഇങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് പറയാൻ കാരണം ഇപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻസ് വരുന്ന സമയത്ത് നമുക്ക് ഇതൊക്കെ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് ഇത്ര ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത്. നിങ്ങൾ നോട്ട്സ് എഴുതിയെടുത്ത് പഠിക്കാൻ ശ്രമിക്കുക. അടുത്തത് സാന്ത്വനം. കിടപ്പിലായ രോഗികളെ വീടുകളിലെത്തി പരിചരിക്കുന്ന ചികിത്സാ പദ്ധതിയാണ് സാന്ത്വനം പദ്ധതി. പരിശീലനം നേടിയ കമ്മ്യൂണിറ്റി ഹെൽത്ത് നേഴ്സുമാരെയാണ് ഇതിനായി നിയോഗിച്ചിട്ടുള്ളത്. പിന്നെ വരുന്നത് വിവാ കേരളം. ഇതൊക്കെ PYQs ആണ്. വിവാ കേരളം, വിളർച്ചയിൽ നിന്നും വളർച്ചയിലേക്ക്, അതാണ് ഇതിൻ്റെ ഇത് വരുന്നത്. വിവാ എന്ന് വരുന്നത് വിളർച്ചയിൽ നിന്നും വളർച്ചയിലേക്ക്, അങ്ങനെയാണ് ഇത് വിവാ എന്ന് വന്നത്. 15 മുതൽ 59 വരെയുള്ള പെൺകുട്ടികളിലും സ്ത്രീകളിലും 15 മുതൽ 59 വരെ വയസ്സുള്ള പെൺകുട്ടികളിലും സ്ത്രീകളിലും അനീമിയ കണ്ടെത്തുകയും ആവശ്യമായവർക്ക് ചികിത്സ ഉറപ്പാക്കുകയും ചെയ്യുന്ന പദ്ധതിയാണ് വിവാ കേരളം പദ്ധതി. ഇത് സംസ്ഥാന ആരോഗ്യ വകുപ്പ് ആവിഷ്കരിച്ച പദ്ധതിയാണ്. പത്തനംതിട്ടയിലെ മൈലപ്ര പഞ്ചായത്തിലാണ് ഈ പദ്ധതി ആദ്യമായി ആവിഷ്കരിച്ച് വിജയിച്ചത്. വരുന്നത് KASP. കേരള സർക്കാരിൻ്റെ മുഴുവൻ ആരോഗ്യ പദ്ധതികളെയും ഏകോപിപ്പിച്ചു കൊണ്ടുള്ള പദ്ധതിയാണ് KASP, അതായത് കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതി. അടുത്ത് വരുന്നത് ആർദ്രം പദ്ധതി. ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളെ കുടുംബാരോഗ്യ കേന്ദ്രങ്ങളാക്കി നവീകരിക്കുന്ന പദ്ധതിയാണ് ആർദ്രം പദ്ധതി. ജനസൗഹൃദ ഔട്ട് പേഷ്യൻ്റ് സേവനങ്ങൾ. ജില്ലാ താലൂക്ക് ആശുപത്രികളിൽ സ്പെഷ്യാലിറ്റി, സൂപ്പർ സ്പെഷ്യാലിറ്റി സേവനങ്ങൾ ഉറപ്പാക്കുക എന്നിവയാണ് ഇതിൻ്റെ പ്രധാന പ്രവർത്തനങ്ങൾ. അതായത് ആർദ്രം പദ്ധതിയിൽ വരുന്നത് പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളെ കുടുംബാരോഗ്യ കേന്ദ്രങ്ങളാക്കി നവീകരിക്കുന്ന പദ്ധതി, ജനസൗഹൃദ ഔട്ട് പേഷ്യൻ്റ് സേവനങ്ങൾ, ജില്ലാ താലൂക്ക് ആശുപത്രികളിൽ സ്പെഷ്യാലിറ്റി, സൂപ്പർ സ്പെഷ്യാലിറ്റി സേവനങ്ങൾ ഉറപ്പാക്കുക. ഇത് അതുപോലെ തന്നെ ചോദിച്ചതാണ് സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യനായിട്ട്. ഈ 3 കാര്യങ്ങളാണ് ആർദ്രം പദ്ധതിയിൽ വരുന്നത്. അടുത്തത് വരുന്നത് ശലഭം. നവജാത ശിശുക്കൾക്കിടയിലെ ജനന വൈകല്യങ്ങൾ പരിശോധിക്കാനുള്ള സമഗ്രമായ സ്ക്രീനിങ് ടെസ്റ്റാണ് ശലഭം. പിന്നെ വരുന്നത് മെഡിസെപ്പ് പദ്ധതി. സർക്കാർ ജീവനക്കാർക്ക് വേണ്ടിയുള്ള ഒരു ആരോഗ്യ പദ്ധതിയാണ് മെഡിസെപ്പ് പദ്ധതി. ഇതിൽ പ്രതിമാസം 500 രൂപയാണ്. ഓറിയൻ്റൽ കമ്പനിയാണ് ഈ മെഡിസെപ്പ് നൽകുന്നത്. അപ്പോൾ ഇത്രയാണ് പ്രധാനപ്പെട്ട ആരോഗ്യക്ഷേമ പ്രവർത്തനങ്ങൾ. ഇതൊക്കെ PYQs ആണ്. എല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. എല്ലാം പഠിക്കാം. നല്ലപോലെ നോട്ട്സ് എഴുതി പഠിക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോക്കായി കാത്തിരിക്കുക. താങ്ക് യു.